PM ശ്രീ പദ്ധതിയിലൂടെ CPI CPM-നെ ഒതുക്കി എന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള ഒരു ധാരണ. പക്ഷെ CPI ചവിട്ടിയത് ആരെയാണെന്ന് ഓർക്കണം. നല്ല ഒന്നൊന്നാന്തരം മൂർഖനെയാണ് കയറി ചവിട്ടിയത്. അത് തരം കിട്ടുമ്പോൾ തന്നെ ഇനി തിരികെ കൊടുത്തോളൂ. അധിക സമയമൊന്നും വേണ്ട. കാരണം 2 തെരഞ്ഞെടുപ്പാണ് മുമ്പിൽ നിൽക്കുന്നത്. CPI എവിടെ പോയി നിൽക്കും? അതായത് മുന്നണി മാറുമെന്നല്ല പറയുന്നത്. CPI മുന്നണി മാറില്ല, LDF-നകത്ത് തന്നെ നിൽക്കും. പക്ഷേ എത്രത്തോളം താഴേക്ക് പോകുമെന്നുള്ളത് നോക്കിക്കൊള്ളണം. ഇപ്പൊ എന്താണ് CPM പറഞ്ഞത്? ഇതിനെക്കുറിച്ച് ഒരു 7 അംഗ സമിതി പഠിക്കും, ഈ ഒപ്പിട്ടത് മരവിപ്പിക്കും എന്നൊക്കെയാണ്. ഈ സമിതി പഠിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ചു വരുന്നതിന് ഇനി എത്ര കാലം എടുക്കും? പഠിച്ചു വന്ന് കാര്യങ്ങളുടെ റിപ്പോർട്ടെല്ലാം സമർപ്പിക്കുമ്പോഴേക്കും ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയും. പിന്നെ എന്ത് CPI-യുടെ എന്ത് കാര്യമാണ്? പിന്നെ കേന്ദ്രത്തിൽ പോയി, ഡൽഹിയിൽ പോയി ഒപ്പിട്ടത് ഇവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഈ ഒപ്പിടാൻ പോയതും ഒപ്പിട്ടതും ഒന്നും തന്നെ CPI അറിഞ്ഞില്ല. ഈ ഒപ്പിട്ട കാര്യം, ഇത് ഒപ്പിട്ടതൊന്നും ആർക്കും പിൻവലിക്കാനോ മരവിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. ഇതൊക്കെ പുറമേ ഉള്ള ഒരു പൂശല് മാത്രമാണ്. ഒപ്പിട്ടത് മരവിപ്പിക്കാനും പിൻവലിക്കാനും കഴിയില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ CPM-നെ തീർത്തു എന്നുള്ള രീതിയിലാണ് മലയാള മനോരമയൊക്കെ എഴുതിയത്. CPI-ക്ക് അതിൻ്റെതായ രീതിയിൽ പണി കിട്ടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അടുത്ത തവണ, അതായത് 2026 നിയമസഭയിൽ CPI-യുടെ സീറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിക്കോണം. വിരൽ എണ്ണാൻ ഒരു കയ്യിലെ വിരൽ എണ്ണം തീർക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമായിരിക്കും. അത്തരത്തിൽ CPI-യെ ഒതുക്കും. അതിൻ്റെ തുടക്കം നമുക്ക് കാണാം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. നമുക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമാണല്ലോ CPI-യെ ലോക്സഭയിൽ എങ്ങനെയൊക്കെ എതിർത്തു എന്നുള്ളത്. CPI മുമ്പ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. തൃശ്ശൂരിലെ പൂരം കലക്കല്, ADGP അജിത് കുമാറിന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അതിശക്തമായി എടുത്തു മുമ്പോട്ടിട്ട് കൊടുത്തു. CPI-യുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പിണറായി വിജയൻ അനങ്ങിയോ? ഒന്നും കാര്യമായിട്ട് എടുത്തതേയില്ല. അത് ആ വഴി അങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ വന്നപ്പോൾ കടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ CPM-ന് അതിൽ നിന്ന് തലയൂരേണ്ടി വന്നു എന്നുള്ളതാണ്. തലയൂരേണ്ടി വന്നു എന്നുള്ളത്, അത് തലയൂരുക എന്നുള്ളത് പുറമേ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ PM ശ്രീ പദ്ധതിയിൽ നിന്നും മാറാൻ പറ്റത്തില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഒരു കാര്യമാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കിയേ പറ്റുകയുള്ളൂ. അതങ്ങനെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം. അല്ലാതെ കാവ്യവൽക്കരണമാണ്, സംഘപരിവാർ അജണ്ടയാണ് എന്നൊന്നും പറഞ്ഞല്ല. ഇത് വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. എല്ലാ കാലത്തും എല്ലാ വിദ്യാഭ്യാസ നയവും കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്തും ഒക്കെ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അന്നൊക്കെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് പഞ്ചപുച്ഛമടക്കി അതനുസരിക്കുമായിരുന്നല്ലോ. അന്ന് എന്തുകൊണ്ട് എതിർത്തില്ല? അപ്പോൾ കേന്ദ്രവിഹിതം വാങ്ങുക, ഈ ഒപ്പിട്ട് കേന്ദ്രവിഹിതം വാങ്ങുന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കണം. KER-ലാണെങ്കിൽ പോലും ഇത് നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒപ്പിടൽ അങ്ങ് പിൻവലിച്ചു എന്നൊക്കെ പറയുന്നത് അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ CPI-ക്ക് നല്ല കയറി ചവിട്ടിയത് ആരെയാണെന്നുള്ളത് CPI ഓർത്തിരിക്കുന്നാൽ നന്നായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവര് അങ്ങനെ ഒരുത്തരുടെ മുമ്പിൽ ഒന്നും വഴങ്ങിക്കൊടുക്കുന്നവരൊന്നും അല്ല CPM. CPI-യുടെ പല തോൽവിയും ഉണ്ടായല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 4ഇടവും സ്റ്റാർ മണ്ഡലങ്ങളല്ലേ തന്നത്. ഈ 2024 മാവേലിക്കരയിൽ നിന്ന് CPI-യുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് കരുതിയതല്ലേ? കാരണം കൊടിക്കുന്നിൽ സുരേഷിന് അതിശക്തമായ എതിർപ്പ് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് CPI സ്ഥാനാർത്ഥി തോറ്റത്? CPM തോൽപ്പിച്ചു. തൃശ്ശൂരിൽ എന്താ സംഭവിച്ചത്? തൃശ്ശൂരിൽ പൂരം കലക്കി, തൃശ്ശൂരിൽ BJP-ക്ക് അനുകൂലമായിട്ടുള്ള ചില നിലപാടിലേക്ക് CPM പോയി.
തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരത്ത് ഏറെക്കാലമായിട്ട്, അതായത് BJP കേരളത്തിൽ അതിശക്തമായി മുന്നേറുകയും തിരുവനന്തപുരത്ത് വിജയത്തോടടുക്കുകയും ചെയ്ത സമയത്തൊക്കെ തന്നെയും CPI മൂന്നാം സ്ഥാനം എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരനുമായിട്ട് വലിയ അന്തരത്തിലേക്ക്, പടുകുഴിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണ്? ഈ CPM പ്രവർത്തകരൊന്നും തന്നെ ഇവിടെ ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ്. അത് ഇന്നലെ തുടങ്ങിയതല്ല, വളരെ പണ്ടേ തുടങ്ങിയതാണ്. ചിറയൻകീഴ് മണ്ഡലമായിട്ട്, ഇപ്പോഴത്തെ ആറ്റിങ്ങൽ വരുന്നതിന് മുമ്പ് ചിറയൻകീഴ് മണ്ഡലമായിട്ട്, അന്ന് വർക്കല രാധാകൃഷ്ണനാണ് അവിടെ മത്സരിക്കുന്നത് പാർലമെൻറ്റിലേക്ക്. ഇവിടുത്തെ CPMകാർ മുഴുവൻ ചിറയൻകീഴ് പോകും, അണ്ണനെ ജയിപ്പിക്കണമെന്നും പറഞ്ഞു. ഇവിടെ CPIക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാകത്തില്ല. CPIക്ക് പിന്നെ ഇടതുമുന്നണി മൊത്തത്തിലെ തെരഞ്ഞെടുപ്പ് ഫണ്ടുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളൊന്നും തന്നെ വേണ്ട തരത്തിൽ CPI മത്സരിക്കുന്നിടത്ത് എത്തുകയുമില്ല. അപ്പോൾ CPM വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലും പരാജയപ്പെടുത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പിന്നെ വയനാട് പിന്നെ നമുക്കറിയാം, നമ്മൾ എഴുതി തള്ളിയതാണ്. കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലും ജയിക്കുന്ന മണ്ഡലമാണ്. അത് പ്രിയങ്ക വന്നപ്പം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ അതേ മുഖം, നാക്ക്, കണ്ണ് എന്നൊക്കെ മനോരമ പോലുള്ള ബൂർഷാ പത്രങ്ങൾ എഴുതി വിട്ട് അവിടുത്തെ ജനങ്ങളെ രോമാഞ്ചം കൊള്ളിപ്പിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് എനിക്കിപ്പോൾ അവിടെ ആര് നിന്നാലും, രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് സിദ്ദിഖാണ് നിൽക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററും നോട്ടീസും ഒക്കെ അടിച്ചു. സിദ്ദിഖ് നിന്നാലും വിജയിക്കും. അപ്പോൾ അവിടെ CPIയുടെ സ്ഥാനാർത്ഥിക്കാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. മത്സരിക്കുന്ന ഇടങ്ങളൊക്കെ സ്റ്റാർ മണ്ഡലമാണ്. പക്ഷേ പരാജയം ഒന്നാം തരം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാണ് CPI പോയിട്ടുള്ളതെല്ലാം തന്നെ. അപ്പോൾ ഈ PM ശ്രീ പദ്ധതിയിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നു നോക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുമ്പിൽ നിൽക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIക്ക് സീറ്റ് വിഭജനത്തിലൊക്കെ അവരാവശ്യപ്പെടുന്ന സീറ്റ് ചിലപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും? CPMകാർ വിചാരിച്ചാൽ മതി, ഇവർ ജയിക്കണോ വേണ്ടയോ ഇല്ലയോ എന്നുള്ള കാര്യം. MM മണി ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലായിരുന്നോ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡിലെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച് കാണിക്കാമോ എന്ന് പറയാറില്ലേ? അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇവർക്ക് ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. 26 LDF അധികാരത്തിൽ വരികയാണെങ്കിൽ CPI ഉണ്ടാകത്തില്ല. വളരെ 3-4 പേർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. മന്ത്രിസഭയിലെ ഇത് ഇവരറിയാതെ തന്നെയാണ് കാര്യങ്ങളെല്ലാം തീർച്ചപ്പെടുത്തിയത് എന്ന് പറഞ്ഞു മന്ത്രിസഭ ബഹിഷ്കരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനെ വെട്ടിലാക്കി എന്നുള്ള കാര്യത്തിൽ അങ്ങനെ വിജയശ്രീ ലാളിതരായിട്ട് നിൽക്കുകയാണ് CPI. അങ്ങനെ നിൽക്കുന്ന ഇവർക്ക് ഇനിയും CPMൽ നിന്ന് മുട്ടൻ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അത് CPIയുടെ മേൽവിലാസവും ഇല്ലാതാക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.